എല്ലാവർക്കും നമസ്കാരം. 1,60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ടാറ്റയുടെ EVക്ക് ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺസേൺ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ടാറ്റയിൽ കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം എൻ്റെ വണ്ടിയുടെ ബാറ്ററി വാറണ്ടി കഴിയാറായി വരുന്നതിനാലാണ് ഞാനത് അന്വേഷിച്ചത്. അവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നാന്ന് ചോദിച്ചാൽ 1,60,000 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ലോണർ കാർ കിട്ടില്ല, കോമ്പൻസേഷൻ കിട്ടില്ല. ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ പൂനെയിലോ ബാംഗ്ലൂരിലുള്ള അവരുടെ ബാറ്ററി സർവീസിങ് സെൻറ്റേഴ്സിൽ കൊടുത്ത് റിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബാറ്ററി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ ഏകദേശം 25 മുതൽ 30,000 രൂപ വരെ ആവുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ബാറ്ററി മേടിക്കുക. പുതിയ ബാറ്ററി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം വാറണ്ടി തരാമെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ നേരത്തെ നമ്മളോട് EV എടുക്കുന്നവർ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EV എടുക്കാം, EV മെച്ചമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതേ നാക്കുകൊണ്ട് തന്നെ നമ്മൾ പറയണം, നിങ്ങൾ 8 വർഷം കൊണ്ട് ഈ വാറണ്ടി പീരീഡ് ഓടി തീർക്കാനേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ EV കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ വാറണ്ടി കഴിഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകുന്നൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ. ഇനി അവരുടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം. നിലവിൽ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഇത് ബാക്കിയുള്ള വണ്ടികളുടെ EVകളുടെ കാര്യം ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയത്തില്ല. ടാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ വാറണ്ടി തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. വണ്ടിയെപ്പറ്റി ഒരു അഭിപ്രായക്കുറവുമില്ല. വണ്ടി നല്ല സൂപ്പറാണ്. ഞാൻ ഈ കിലോമീറ്റർ ഇത്ര ഓടിച്ചിട്ട് നമുക്ക് ഒരു അഭിപ്രായക്കുറവുമില്ല. വണ്ടി ഇതുവരെ വഴി കിടത്തിയിട്ടില്ല. വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റ് വാറണ്ടി കഴിഞ്ഞ് വന്നാൽ ഇത് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ റിപ്പയർ ചെയ്ത് തരാനുള്ള എന്തെങ്കിലും ഒരു നടപടികൾ ടാറ്റ ചെയ്തു തരുവാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ വണ്ടി ഉപയോഗിക്കാനുള്ളൊരു താല്പര്യം തോന്നും. ടാറ്റ നല്ല രീതിയിൽ ചിന്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബൈ.